നമസ്കാരം. രാത്രിയുടെ നിശബ്ദതയിൽ ലോകം മുഴുവൻ ഉറങ്ങാനൊരുങ്ങുമ്പോൾ നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു രഹസ്യത്തിലേക്ക് വാതിൽ തുറക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നൂറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെയും ശാസ്ത്രജ്ഞരെയും ഒരേപോലെ പരാജയപ്പെടുത്തുന്ന ഒരു വസ്തുവിന് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുമെന്ന്? ചാരസംഘടനയായ CIA, രഹസ്യ കോഡുകൾ തകർക്കുന്നതിൽ വിദഗ്ധരായ ക്രിപ്റ്റോഗ്രാഫർമാർ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ, ഇവരൊക്കെ ഒരു പുസ്തകത്തിനു മുന്നിൽ മുട്ടുമടക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ്. ഇതൊരു വെറുമൊരു പുസ്തകമല്ല, ഇതൊരു വെല്ലുവിളിയാണ്. 600 വർഷങ്ങൾ പഴക്കമുള്ള, ഇതുവരെ ആർക്കും വായിക്കാൻ കഴിയാത്ത, ഈ ഭൂമിയിലെ ഒരു ഭാഷയുമായും ബന്ധമില്ലാത്ത അക്ഷരങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകം. ഇന്ന് രാത്രി നമ്മൾ ആ പേജുകൾ ഓരോന്നായി മറിക്കാൻ പോകുകയാണ്. ഈ കഥ തുടങ്ങുന്നത് 1912-ലാണ്. വിൽഫ്രിഡ് വോയിനിച്ച് എന്ന പഴയ പുസ്തക വ്യാപാരി ഇറ്റലിയിലെ റോമിനടുത്തുള്ള ഒരു വില്ല സന്ദർശിക്കുന്നു. അവിടെയുള്ള പുരാതന ലൈബ്രറിയിൽ നിന്നും പൊടി പിടിച്ചുകിടന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള പുസ്തകം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 240 പേജുകളുള്ള ആ പുസ്തകം തുറന്ന വോയിനിച്ച് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അതിലെ ചിത്രങ്ങൾ അതിമനോഹരമായിരുന്നു, പക്ഷേ അത്യന്തം വിചിത്രവും. ആ പേജുകളിൽ കണ്ട അക്ഷരങ്ങൾ ലാറ്റിനോ, ഗ്രീക്കോ, അറബിക്കോ ആയിരുന്നില്ല. ഇന്നുവരെ മനുഷ്യൻ കണ്ടെത്തിയ ഒരു ലിപിയുമായും അതിന് സാമ്യമില്ലായിരുന്നു. താൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢതയാണ് കയ്യിലേന്തിയിരിക്കുന്നതെന്ന് വോയിനിച്ച് അന്ന് തിരിച്ചറിഞ്ഞു. വില്ലയിലെ ഈശോസഭ സന്യാസികൾ, ജെഷ്വിറ്റ്സ്, പണത്തിനാവശ്യമുണ്ടായപ്പോൾ ആ പുസ്തകം വോയിനിച്ചിന് വിറ്റു. അന്നു മുതൽ അത് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. നമുക്ക് ആ പുസ്തകത്തിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ഇതിനെ പ്രധാനമായും 5 വിഭാഗങ്ങളായി തിരിക്കാം. 1. ബൊട്ടാണിക്കൽ സെക്ഷൻ, സസ്യശാസ്ത്രം. പുസ്തകത്തിന്റെ ഭൂരിഭാഗവും ചെടികളുടെ ചിത്രങ്ങളാണ്. പക്ഷെ വിചിത്രമായ കാര്യമെന്തെന്നാൽ അതിൽ വരച്ചിരിക്കുന്ന 126 ചെടികളിൽ ഒന്നുപോലും ഈ ഭൂമിയിലുള്ളവയല്ല. ഒരു ചെടിയുടെ പൂവ്, മറ്റൊന്നിൻ്റെ വേര്, വേറൊന്നിൻ്റെ ഇല, ഇവയെല്ലാം കൂട്ടിയിണക്കി നിർമ്മിച്ച കൃത്രിമ സസ്യങ്ങളെപ്പോലെ അവ തോന്നിപ്പിക്കുന്നു. ഇത് ഏതെങ്കിലും അന്യഗ്രഹത്തിൽ നിന്നുള്ള ചെടികളാണോ? അതോ പ്രകൃതിയിലെ ചെടികളെ ആരെങ്കിലും ജനിതക മാറ്റം വരുത്തി വരച്ചതാണോ? 2. അസ്ട്രോണമിക്കൽ സെക്ഷൻ, ജ്യോതിശാസ്ത്രം. ഈ ഭാഗത്ത് നക്ഷത്ര സമൂഹങ്ങളുടെയും രാശികളുടെയും ചിത്രങ്ങളുണ്ട്. സോളാർ സിസ്റ്റത്തിന് സമാനമായ ഭൂപടങ്ങൾ. പക്ഷേ ആധുനിക ടെലസ്കോപ്പുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ചില നക്ഷത്രരൂപങ്ങൾ അതിലുണ്ട്. 3. ബയോളജിക്കൽ സെക്ഷൻ, ജീവശാസ്ത്രം. ഇതാണ് ഏറ്റവും ദുരൂഹമായ ഭാഗം. ചെറിയ പച്ച നിറത്തിലുള്ള കുളങ്ങളിൽ കുളിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ. ആ കുളങ്ങൾ പരസ്പരം പൈപ്പുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ പൈപ്പുകൾ മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെപ്പോലെയാണ് കാണപ്പെടുന്നത്. ഇത് ഏതെങ്കിലും തലത്തിലുള്ള രഹസ്യ ആയുർവേദമാണോ? അതോ ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണോ? 4. ഫാർമസ്യൂട്ടിക്കൽ സെക്ഷൻ, ഔഷധശാസ്ത്രം. ഇത് കുറച്ചുകൂടി വിചിത്രമാണ്. ചെടികളുടെ വിവിധ ഭാഗങ്ങൾ, വേരുകൾ, ഇലകൾ, പൂക്കൾ എന്നിവ പ്രത്യേകം വരച്ചുവെച്ചിരിക്കുന്നു. അതിനരികിലായി മരുന്നുകൾ സൂക്ഷിക്കുന്ന ചെറിയ ജാറുകളും കുപ്പികളും കാണാം. ഇത് മരണമില്ലാത്ത ജീവിതം നയിക്കാനുള്ള മരുന്നുകളുടെ കൂട്ടായിരിക്കാം ഇതിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. 5. റെസിപ്പി സെക്ഷൻ, കുറിപ്പുകൾ. പുസ്തകത്തിന്റെ അവസാന ഭാഗമാണിത്. ഇവിടെ ചിത്രങ്ങൾ വളരെ കുറവാണ്. പകരം ചെറിയ നക്ഷത്ര ചിഹ്നങ്ങൾ കൊണ്ട് വേർതിരിച്ച നീളമേറിയ ഖണ്ഡികകളാണുള്ളത്. ഓരോ ഖണ്ഡികയും ഒരു രഹസ്യക്കൂട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ ആയിരിക്കാം. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഗൂഢമായ ഭാഗവും ഇതാണ്. ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥാവകാശം ആരെല്ലാം കൈമാറ്റം ചെയ്തു? ഈ ചോദ്യങ്ങൾ നമ്മളെ എത്തിക്കുന്നത് യൂറോപ്പിലെ പഴയ കൊട്ടാരങ്ങളിലേക്കാണ്. 16-ാം നൂറ്റാണ്ടിലെ പവിത്ര റോമൻ ചക്രവർത്തി റൂഡോൾഫ് രണ്ടാമൻ
ഈ പുസ്തകം 600 സ്വർണ്ണ നാണയങ്ങൾ നൽകി വാങ്ങിയെന്ന് പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡോക്ടറായ ജേക്കബ് ഹൊറോസ്കിച്ചിയുടെ കൈകളിലും ശാസ്ത്രജ്ഞനായ യോഹാൻ മാർക്സ് മാർക്കിയുടെ പക്കലും ഇതെത്തിച്ചേർന്നു. ഓരോ ഉടമസ്ഥനും ഇതിലെ രഹസ്യം വായിക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുകയായിരുന്നു. 2009 അരിസോണ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഇതിലൊരു കാർബൺ ഡേറ്റിംഗ് പരിശോധന നടത്തി. ഈ പുസ്തകം നിർമ്മിക്കപ്പെട്ടത് 1404-നും 1438-നും ഇടയിലാണെന്ന് അവർ ഉറപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അതിരഹസ്യമായ എനിഗ്മ കോഡുകൾ തകർത്ത പ്രഗത്ഭരായ ക്രിപ്റ്റോഗ്രാഫർമാരും ഇതിനു മുന്നിൽ പകച്ചുപോയി. ആധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇതിനെ വിശകലനം ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടെത്തി: സിപ്സ് ലോ. അതായത് ഒരു യഥാർത്ഥ ഭാഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഗണിതശാസ്ത്ര ക്രമങ്ങളും ഇതിലുണ്ട്. ഇത് വെറുതെ എഴുതി വെച്ചതല്ല, ഇതൊരു യഥാർത്ഥ ഭാഷയാണ്. പക്ഷേ ആ ഭാഷ ഏതാണെന്ന് മാത്രം ഇന്ന് ആർക്കും അറിയില്ല. ഈ പുസ്തകത്തെക്കുറിച്ച് പല തിയറികളുണ്ട്. ഇത് ലിയോനാർഡോ ഡാവിഞ്ചി കുട്ടിക്കാലത്ത് എഴുതിയതാണെന്നും അതല്ല അന്യഗ്രഹജീവികൾ ഉപേക്ഷിച്ചു പോയതാണെന്നും കരുതുന്നവരുണ്ട്. ഇന്ന് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അത് തൻ്റെ രഹസ്യങ്ങൾ ലോകത്തിനു മുൻപിൽ വിട്ടുകൊടുത്തിട്ടില്ല. ഒരുപക്ഷേ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതാണ് നല്ലത്. ആ ചോദ്യങ്ങൾ നമ്മുടെ ഭാവനയെ ഉണർത്തും, നമ്മളെ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ പ്രേരിപ്പിക്കും. 600 വർഷങ്ങൾക്ക് മുൻപ് അതെഴുതിയ ആ വ്യക്തി ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ടെങ്കിൽ അദ്ദേഹം ചിരിക്കുന്നുണ്ടാകാം. മനുഷ്യബുദ്ധിയുടെ എല്ലാ അഹങ്കാരങ്ങളെയും ഒരു ചെറിയ പുസ്തകം കൊണ്ട് അദ്ദേഹം തോൽപ്പിച്ചിരിക്കുന്നു. മറ്റൊരു രാത്രിയിൽ മറ്റൊരു നിഗൂഢതയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ശുഭനിദ്ര.